എവിടെ പോയാലും ഉണ്ടാവും. അല്ല എയർലൈനെ നമുക്കൊരു അവിടെ ഉണ്ട് ഓൾറെഡി. ഇത് വീട് വെച്ച് അവിടുന്ന് കിട്ടുമെന്ന് നോക്കണം. അതെ, കാരണം ഭൂമിക്ക് അവിടെ മേളിലല്ലേ. പേരെന്താ പറയാ? ചന്ദ്രാലി. ചന്ദ്രാലി. ഇനി അടുത്ത പേര് ഒരാളിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുണ്ട്. ചാടി ചാടി പോകും. ചന്ദ്രാലി. എന്തൊരു പേര്? ചന്ദ്രാലി. ചന്ദ്രാലി. അവിടെ എത്തും ഞാൻ. വീടിന്റെ പേര് ചന്ദ്രാലയം. അവിടുത്തെ അനുവേട്ട നല്ല ഫോമിലാന്ന് മനസ്സിലായി. മറ്റേ അനുവേട്ടം ഇങ്ങനെ വന്നതല്ല. രണ്ടും കൽപ്പിച്ചാ ഇന്ന് ഇറങ്ങിയേക്കണ എല്ലാവരും എനിക്ക് മനസ്സിലായി. ഒരു കൽപ്പനയില്ല, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുക. ഈ മൊഴിമുത്തുകൾ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പഠിച്ചിട്ട് വരുന്നത് പോലെ. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ടോക്കായിരുന്നു. എന്തായിരുന്നു 20 മിനിറ്റ്? ആണോ? പിന്നെ അടിപൊളിയായിരുന്നു. 20 മിനിറ്റ് പോയി ആക്ച്വലി. 20 മിനിറ്റ് അത് തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാം. ആ ടോക്ക് അത് മാത്രം മതി. 20 മിനിറ്റ്. നമ്മള് സിനിമയെ കുറിച്ച് പറഞ്ഞത് 2 മിനിറ്റ് സെക്കൻഡ് ഇട്ടാ മതി. 2 റീലാക്കി ഇടാം. ഫസ്റ്റ് പാർട്ട് ഇതറാം, മറ്റേ റീലാക്കി ഇടാം. അതിനുള്ള ആ റീച്ച് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് ആൾക്കാർ കാണാൻ സാധ്യത. അല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇത് കണ്ടിട്ട് സിനിമ അങ്ങ് ഓടട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. പ്രേക്ഷകർ ഇത് എന്തെങ്കിലും കണ്ടിട്ട് സിനിമയ്ക്ക് വരട്ടെ. പിന്നെ അതിനകത്ത് ഒരു പോയിന്റ് ഉള്ള പ്രേക്ഷകരെ ഒരു ജീവിതകഥയാണ്. അതുകൊണ്ട് ആ ജീവിതകഥ നിങ്ങൾ കാണണം. ഫിലിമാവിന്റെ ഒരു ജീവിത കഥയാണ് അത്. നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം ആരാണ് എന്നുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ പ്രൊഡ്യൂസറിന്റെ ഭാര്യയായിട്ടോ ഒന്നും കാണണ്ട. ആ ജീവിത കഥയാണ്. രവീന്ദ്ര നീ എവിടെ എന്ന് ചോദിക്കും. ചന്ദ്രാലി അത് മാറ്റി പറ. ജീവിതകഥ അന്വേഷണം പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, തമാശയല്ല, സീരിയസ്. സാറ് തന്നെ പറഞ്ഞാണ് കുറച്ച് ആണോ? പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു 3 ഇന്റർവ്യൂക്ക് ബാക്കില് ആ ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കട്ട് ചെയ്യും നമ്മള് അങ്ങോട്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞാണ് എന്റെ ജീവിത കഥയാണെന്ന്. ഞാൻ ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മൾ കുറ്റക്കാരായോ? ആരായിരുന്നു ഇന്റർവ്യൂ ചെയ്ത്? അത് ഏതിലോ ഒന്നിൽ പറഞ്ഞു ചേച്ചി പറഞ്ഞത് തന്നെയാണ്. ഞാൻ എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞുള്ളൂ, സിനിമയെ പറ്റി പറഞ്ഞിട്ടില്ല. സിനിമയെ പറ്റി അനുവേട്ട ക്യാരക്ടർ കുഴപ്പമൊന്നുമില്ല, അത് ജീവിതകഥ ആയാലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ. എബ്രഹാം മാത്യു നീ എവിടെ എന്ന് പേര് മാറ്റാമെന്ന് വരെ സജസ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആരായിരുന്നു മറന്നുപോയി. മതിയായി. സൈഡായിട്ട് ധ്യാൻ ആസ്വദിക്കുന്ന ഇന്റർവ്യൂ ആണ് ഇത് നടന്നെങ്കിൽ ഇതൊന്ന് പോയി ബഹിരാകാശത്ത് അപ്പുറേ പോയതായിരിക്കും വന്നത്. ഞാൻ എല്ലാം കണ്ടിട്ടില്ലല്ലോ. നിനക്ക് ഇന്നൊരു റിലാക്സ് ഉണ്ടല്ലേ? അല്ലേ? അല്ല ഇങ്ങനെയല്ല. അല്ലല്ല, നമ്മൾ ഒരാൾ കയറി പോകുമ്പോ സഹായിച്ചു കൊടുക്കണം. ഒന്ന് ഇറങ്ങി കൊടുക്കാം. താഴ്ന്ന് ടാറ്റ കാണിക്കണം. രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാം തുറന്നു പറയാം. നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ സിനിമയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലവരും സിനിമയ്ക്ക് ഇന്റർവ്യൂ വരുമ്പോൾ ഇത് പറഞ്ഞു. സിനിമയ്ക്ക് ഞാനോ നമ്മുടെ സിനിമയ്ക്ക് വേറെ വല്ലവരും എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്തോ ഈ പറയുന്നേ? അഭിനയിക്കാൻ വിളിക്കുന്നില്ല. പിന്നല്ലാണ്ട് ആരും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വിളിച്ചിട്ടുണ്ട്, അത് വല്ല പൈസയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. നമ്മളെന്തേലും അതിനകത്ത് ഫണ്ട് ഇടുന്നൊക്കെ വിചാരിച്ചിട്ട് വിളിക്കുന്നതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.